BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഓൺലൈൻ ട്യൂഷനുകളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനായി ബഹ്റൈൻ ദേശീയ ക്യാമ്പയിൻ ആരംഭിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പബ്ലിക് പ്രോസിക്യൂഷൻ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, സാമൂഹിക വികസന മന്ത്രാലയം, നീതിന്യായ മന്ത്രാലയം, ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് എൻഡോമെന്റ് മന്ത്രാലയം, ഇൻഫോർമേഷൻ മന്ത്രാലയം, വിദ്യാഭ്യാസ മന്ത്രാലയം എന്നിവ ഏകോപന യോഗം ചേർന്നു. ക്യാമ്പയിൻ ആരംഭിക്കുന്നതിനുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ യോഗം ചർച്ച ചെയ്തു. സൈബർ ലോകത്ത് കുട്ടികൾക്കെതിരെ നടക്കുന്ന അപകടത്തെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി വിവിധ മന്ത്രാലയങ്ങളുടെ സഹകരണത്തോടെ പബ്ലിക് പ്രോസിക്യൂഷനാണ് ഇത് സംഘടിപ്പിക്കുന്നത്. കുട്ടികളെ ലക്ഷ്യമാക്കിയുള്ള ഓൺലൈൻ ചൂഷണങ്ങൾ, ബ്ലാക്ക് മെയിലിംഗ് എന്നിവ കണ്ടെത്തുന്നതിനും പ്രതികരിക്കുന്നതിനും രക്ഷിതാക്കളെയും മറ്റും ബോധവൽക്കരിക്കുന്നതിനാണ് ക്യാമ്പയിൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കുട്ടികളുടെ ഇന്റർനെറ്റ് ഉപയോഗം നിയന്ത്രിക്കുന്നതിനും ഡിജിറ്റൽ സുരക്ഷാ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നതിനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതും ഈ സംരംഭത്തിൽ ഉൾപ്പെടുന്നു. ബഹ്റൈനിലെ തൊഴിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നത് ലക്ഷ്യമിട്ട് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി നടത്തിയ പരിശോധനകളിൽ നിരവധി ലംഘനങ്ങൾ കണ്ടെത്തി. ജൂൺ 30 മുതൽ ജൂലൈ 6 വരെ നടത്തിയത് 616 പരിശോധനകളാണ്. ഇവയിൽ 50 തൊഴിലാളികളെ കസ്റ്റഡിയിലെടുക്കുകയും 118 നിയമലംഘകരെ നാട് കടത്തുകയും ചെയ്തതായി LMRA അറിയിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നാഷണാലിറ്റി, പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ്, സുരക്ഷാ ഡയറക്ടറേറ്റുകൾ, ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് വെർഡിക്ട് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആൾട്ടർനേറ്റീവ് സെൻസിംഗ്, വ്യവസായ വാണിജ്യ മന്ത്രാലയം, ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി എന്നിവ ഉൾപ്പെടെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് 16 സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകൾ LMRA നടത്തി. സംശയാസ്പദ ഏതെങ്കിലും ലംഘനങ്ങളോ ക്രമരഹിതമായ തൊഴിൽ രീതികളോ കണ്ടെത്തിയാൽ അറിയിക്കണമെന്ന് പൊതുജനങ്ങളോട് അതോറിറ്റി അഭ്യർത്ഥിച്ചു. വേനൽക്കാലത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉച്ചവിശ്രമ നിയമവുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ബഹ്റൈൻ ഹോട്ട്ലൈൻ ഏർപ്പെടുത്തി. 32265727 എന്ന നമ്പറിൽ ലംഘനങ്ങൾ സംബന്ധിച്ച പരാതികൾ റിപ്പോർട്ട് ചെയ്യാമെന്നും തൊഴിൽ മന്ത്രാലയത്തിലെ ഇൻസ്പെക്ഷൻ ആൻഡ് ഒക്യുപേഷൻ സേഫ്റ്റി ഡയറക്ടർ മുസ്തഫ അഖിൽ അബ്ദുള്ള അൽ ഷേഖ് അറിയിച്ചു. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 4 വരെയാണ് കെട്ടിടങ്ങൾക്ക് വെളിയിലും നേരിട്ടുള്ള സൂര്യപ്രകാശത്തിലും ജോലി ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയത്. ഈ സമയം തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ലെന്നതാണ് മന്ത്രാലയത്തിന്റെ ഉത്തരവ്. കൂടുതൽ ഇൻസ്പെക്ടർമാരെ പരിശോധനയ്ക്കായി മന്ത്രാലയം നിയമിച്ചിട്ടുണ്ട്. പരിശോധനയിൽ നിയമലംഘനം കണ്ടുപിടിക്കപ്പെട്ടാൽ 3 മാസത്തിൽ കൂടാത്ത തടവ് ശിക്ഷയോ 500 ദിനാർ മുതൽ 1000 ദിനാർ വരെ പിഴയോ ചുമത്തും. കടുത്ത വേനലിൽ തൊഴിലാളികൾക്ക് സഹായഹസ്തവുമായി ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് ബീറ്റ് ദ ഹീറ്റ് 2024 ആരംഭിച്ചു. ബഹ്റൈനിൽ താഴ്ന്ന വരുമാനക്കാരായ തൊഴിലാളികൾക്ക് മധുര പലഹാരങ്ങൾ, വാട്ടർ ബോട്ടിലുകൾ, തൊപ്പികൾ, ബഹ്റൈൻ ബസ്ഗോ കാർഡുകൾ എന്നിവ വിതരണം ചെയ്യുന്നതിനാണ് സംരംഭം. ബീറ്റ് ദ ഹീറ്റ് 2024 ഉദ്ഘാടനം ഖമീസ് ഏരിയയിൽ ബഹ്റൈൻ പാർലമെന്റ് അംഗവും വിദേശകാര്യ പ്രതിരോധ ദേശീയ സുരക്ഷാ സമിതി വൈസ് ചെയർപേഴ്സണുമായ ഡോക്ടർ മറിയം അൽദീൻ നിർവഹിച്ചു. വിശിഷ്ടാതിഥിയായി നാദിയ അൽ മുസാവി പങ്കെടുത്തു. ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് പ്രതിനിധികളായ സയ്യിദ് ഹനീഫ്, രമണൻ, സായൂജ്, ആയിഷ, നിഹാര, ആമിന, സുലൈഹ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പുതിയ ചുവടുവയ്പുമായി ബഹ്റൈൻ കോട്ടയം നേറ്റീവ് ബോൾ അസോസിയേഷൻ കേരളത്തിലെ എല്ലാ സ്ഥലത്തു നിന്നുമുള്ള കായിക പ്രേമികളെ ചേർത്ത് നിർത്തി കോട്ടയത്തിന്റെ മാത്രമായ നാടൻ പന്തുകളി കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമുള്ള കായിക താരങ്ങളെ KNBA നാടൻ പന്തുകളി അഭ്യസിപ്പിക്കുന്നു. കേരള നേറ്റീവ് ബോൾ അസോസിയേഷന്റെ ലോഗോ പത്തനംതിട്ട പ്രവാസി അസോസിയേഷന്റെ രക്ഷാധികാരിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ മോനി ഉടിക്കണ്ടത്തിൽ പ്രകാശനം ചെയ്തു. കേരളത്തിലുള്ള എല്ലാ കായിക പ്രേമികളെയും നാടൻ പന്തുകളി ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 37345011 എന്ന നമ്പറിലോ 33371095 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. കലാലയം സാംസ്കാരിക വേദി റിഫ സോണിന്റെ ആഭിമുഖ്യത്തിൽ മാങ്കോസ്റ്റിൻ എന്ന പേരിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. പരിപാടിയിൽ ബഷീർ കൃതികളിലെ ഭാഷ, സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടന്നു. എഴുത്തുകാരനും പ്രതിഭ ബഹ്റൈൻ റിഫ മേഖലാ സാഹിത്യവേദി കൺവീനറുമായ അഷ്റഫ് മളി സംഗമം ഉദ്ഘാടനം ചെയ്തു. ബഷീറിയൻ കഥാപാത്രങ്ങളുടെ ദാർശനികത എന്ന വിഷയത്തിൽ സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ VPK മുഹമ്മദ് വിഷയാവതരണം നടത്തി. ICF റിഫ പ്രസിഡന്റ് ഷംസുദ്ദീൻ സുഫ്രി എഴുത്തിന്റെയും വായനയുടെയും പ്രാധാന്യത്തെ
അധികരിച്ച് സംസാരിച്ചു. പരിപാടികൾക്ക് ആശംസ അറിയിച്ചു. ബഷീറിന്റെ സാഹിത്യത്തിലെ ഭാഷയും സരസമായുള്ള സമൂഹത്തിന്റെ ഇടപെടലും ചർച്ചയായി. ബഷീറിന്റെ കഥകൾ, നോവലുകൾ പഠന വിഷയമാവുന്നില്ല എന്നതും NCERTയുടെ കീഴിലുള്ള പുസ്തകങ്ങളിൽ ബഷീറിന്റെ കൃതികൾ ഉൾപ്പെടുത്തണമെന്നും സംഗമം ആവശ്യപ്പെട്ടു. ഇർഷാദ് കരുനാഗപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഹാരിസ് തൃശൂർ, സയ്യിദ് ജുനൈദ് എന്നിവർ പങ്കെടുത്തു. സുഫൈർ സഖാഫി സ്വാഗതവും അജ്മൽ കണ്ണൂർ നന്ദിയും പറഞ്ഞു. മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് ജനകീയ നായകൻ ഉമ്മൻചാണ്ടി എന്ന പേരിൽ അനുസ്മരണ സംഗമം സംഘടിപ്പിക്കുന്നു. ജൂലൈ 19 ഉമ്മുൽ ഹസത്തിലെ കിംസ് ഹോസ്പിറ്റൽ കൺവെൻഷൻ ഹാളിൽ അനുസ്മരണ സമ്മേളനം നടത്തുമെന്ന് IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ്, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബെൻസി ഗനിയുടെ എന്നിവർ അറിയിച്ചു. സംഗമത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കുന്നതാണ്. ഡ്രൈവർ ആവശ്യമില്ലാത്ത ഓട്ടോമാറ്റിക് കാറുകൾ ഇന്ത്യയിൽ അനുവദിക്കില്ലെന്ന് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. ഇത്തരം വാഹനങ്ങൾ 80 ലക്ഷം ഡ്രൈവർമാർക്ക് തൊഴിൽ നഷ്ടമാകാനിടയാക്കുമെന്നും ഗഡ്കരി വ്യക്തമാക്കി. അമേരിക്കയിൽ നടന്ന ചർച്ചകളിൽ ഇക്കാര്യം താൻ ചൂണ്ടിക്കാട്ടിയെന്നും നിതിൻ ഗഡ്കരി പറഞ്ഞു. ടെസ ഉൾപ്പെടെയുള്ള കമ്പനികൾ ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ ഇന്ത്യയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് ഗഡ്കരിയുടെ ഈ പ്രസ്താവന. വീണ്ടും കേരളീയം പരിപാടി നടത്താനൊരുങ്ങി കേരള സർക്കാർ. ഈ വർഷം ഡിസംബറിലാകും കേരളീയം പരിപാടി നടത്തുക. കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലായിരുന്നു പരിപാടി നടത്തിയത്. പരിപാടിയുടെ നടത്തിപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംഘാടക സമിതി യോഗം ചേർന്നു. ചെലവ് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ വർഷത്തെ കേരളീയ പരിപാടിയുടെ സ്പോൺസർഷിപ്പ് കണക്കുകൾ സർക്കാർ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ കെയർ ഹോമിൽ കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ സ്ഥലം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. ആദ്യം ഭക്ഷ്യവിഷബാധയെന്നാണ് കെയർ ഹോമിലുള്ളവർക്ക് സംശയിച്ചത്. രോഗം റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ പെരുമ്പഴത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ സ്ഥലത്തെത്തി വേണ്ട ക്രമീകരണങ്ങൾ നടത്തി. അമീബിക് മെനിഞ്ചൈറ്റിസ് സ്ഥിരീകരിച്ച സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തിക്കോടി സ്വദേശിയായ കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി ചികിത്സിക്കുന്ന ഡോക്ടർ റൌഫ് അറിയിച്ചു. കുട്ടിയെ ICUവിൽ നിന്ന് മാറ്റി. 20 ദിവസമാണ് രോഗത്തിന്റെ നിരീക്ഷണ കാലയളവ്. കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് 10 ദിവസം കഴിഞ്ഞു. 10 ദിവസം കൂടി കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ. ഇതിനിടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കും. ഇത് നെഗറ്റീവായാലേ രോഗാവസ്ഥ തരണം ചെയ്തു എന്ന് പറയാൻ സാധിക്കൂ എന്നും ഡോക്ടർ റൌഫ് അറിയിച്ചു. തിക്കോടി പഞ്ചായത്തിലെ പയ്യോളി പള്ളിക്കരയിലെ കുളത്തിൽ കുളിച്ച ശേഷമാണ് കുട്ടിക്ക് പനി പിടിപെട്ടത്. കാണാതായ കല എന്ന ശ്രീകല കൊല്ലപ്പെട്ട സംഭവത്തിൽ ഭർത്താവ് അനിലിനെതിരെ ചെങ്ങന്നൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഓപ്പൺ വാറന്റ് പുറപ്പെടുവിച്ചു. കേസിലെ 1ാം പ്രതിയായ ഇരമത്തൂർ 3ാം വാർഡിൽ കണ്ണമ്പള്ളിൽ അനിൽകുമാറിനെ ഇസ്രായേലിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടിയുടെ ഭാഗമായാണ് ഓപ്പൺ വാറന്റ് പുറപ്പെടുവിച്ചത്. ഇസ്രായേൽ ജോലി നോക്കുന്ന ഇയാളുടെ പാസ്പോർട്ട് നമ്പറും വിലാസവും സ്പോൺസറുടെ കമ്പനിയുടെയും വിശദാംശങ്ങളും ഉൾപ്പെടെയുള്ള വാറന്റാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ മന്നാർ CIക്ക് കോടതി കൈമാറിയത്. അടുത്ത ഘട്ടമെന്ന നിലയിൽ ഓപ്പൺ വാറന്റ് പോലീസ് ആസ്ഥാനം വഴി ക്രൈംബ്രാഞ്ച് മുഖേന CBIക്ക് കൈമാറും. മുളങ്കുന്നത്ത് കാവ് കോഴിക്കുന്നിൽ 2 വീലർ സ്പെയർ പാർട്സ് ഗോഡൌണിലുണ്ടായ വൻ അഗ്നിബാധയിൽ വെൽഡിംഗ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. പാലക്കാട് നെന്മാറ സ്വദേശി നിബിനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി 7:30യോടെയായിരുന്നു സംഭവം. ഗോഡൌണിൽ വെൽഡിംഗ് ജോലികൾക്കായി പാലക്കാട് ജില്ലയിൽ നിന്നെത്തിയ 5-അംഗ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ് നിബിൻ. കൂടെയുണ്ടായിരുന്ന 4 പേർ രക്ഷപ്പെട്ടു. ശുചിമുറിയിൽ നിന്ന് വെള്ളമെടുക്കാൻ കയറിയതാണ് നിബിൻ തീയിലകപ്പെടാൻ കാരണമായതായി പറയുന്നത്. കോഴിക്കുന്ന് സ്വദേശികളായ അനു, വിനു എന്നീ സഹോദരങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ടോൺറ്റി എന്ന സ്ഥാപന ഗോഡൌണാണ് കത്തിനശിച്ചത്. കോടികളുടെ നഷ്ടമുണ്ടായി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.